എഴുതി വന്നപ്പോ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. ഒരു ഇമോഷൻസും ഒക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. തന്നെ അപരാധം. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ഒരു അട്ടർ വേസ്റ്റ് സിനിമ. എന്റെ വായിൽ തീർച്ചയാണ് വരുന്നത്. പഴയ പടം പുതിയ സെറ്റപ്പിൽ ചെയ്തു എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ FPV ഡ്രോണൊക്കെ പറത്തുവാ. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലെങ്ങളിൽ ഏതോ പയ്യനെ പിടിച്ച് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. എന്തൊരു വെറുപ്പിക്കലും മടിപ്പിക്കലുമാണേ. എന്താ എന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റിയൊക്കെ പറക്കുക. ജോജു അല്ലെങ്കിൽ അപർണദാസിന്റെ ഭർത്താവോ പുള്ളിയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും വണ്ടി പോകുന്ന സമയത്ത് ഡ്രോൺ ഇങ്ങനെ പറക്കുക, എവിടേക്കോ കൂടെ പറക്കുക. അതുകൊണ്ട് ഇപ്പൊ എന്താ? പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും പുല്ലിന്റെ ഇടയിലൊക്കെ കിടന്നിട്ടാണ് S ശരവണൻ പിടിക്കണത്. ഞാൻ നോക്കുമ്പോൾ ജോജു പാറപ്പുറത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാ, സിഗരറ്റ് ഒക്കെ വലിക്കുന്നത് തോന്നുന്നു. അപ്പൊ മുന്നിൽ പുല്ല്, ജോജുവിന്റെ ഫേസ് കാണുന്നില്ല, പിന്നെ എങ്ങനെയാണ് ജോജുവിന്റെ അഭിനയം നമുക്ക് കാണാൻ പറ്റുക? ഓട്ടടാ, സാരമില്ല. പുല്ലും ചെടിയിലും വെച്ചിട്ട് സീൻ മറച്ചു കളയാ. പുല്ല് കാണാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ പോണത്. അട്ടക്കൻ്റെ പൊന്നോ, ലില്ലിപ്പൂവേ ലില്ലിപ്പൂവേ, എന്തൊരു ക്രിഞ്ച. വിനായക ശശികുമാറാണോ എഴുതി അറിയില്ല. അഭിപ്രായം. ലില്ലിപ്പൂ, അയ്യോ ലില്ലിപ്പൂവ്, അയ്യോ ലില്ലിപ്പൂവ്. ഒരു സിഗരറ്റിന്റെ കുറ്റി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ഇന്ത്യൻ സിഗരറ്റ് അല്ല, റഷ്യൻ സിഗരറ്റ് ആണ്. വാവ്. അപ്പൊ റഷ്യക്കാരിയാണ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ച. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. അസീസ് നെടുമങ്ങാടുണ്ട്, ഇതുപോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ, മൊണ്ണ താനി മൊണ്ണ മാരപ്പൊട്ടൻ ചങ്ങ ക്യാരക്ടർ. അസീസിനെല്ലാം പറയുന്നത് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. മൊത്തത്തിൽ തിരിച്ചു ഡയലോഗ് കൊണ വേണ്ട, വരവ് അല്ല, ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കില്ല. എന്തിനു വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാർ അൾട്ടിമേറ്റ്.